പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദേശ പഠന ആഗ്രഹങ്ങളെ ചിറകലേറ്റ് കുതിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠന ആവശ്യങ്ങൾക്കായി സർക്കാർ കൈമാറിയത് 160 കോടിയിൽ പരം രൂപയാണ്. പൈലറ്റുമാരാവാൻ കുതിച്ചവർക്ക് ഇക്കാലയളവിൽ നൽകിയത് 2,54,00,000 രൂപ ധനസഹായവും. പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്കൊപ്പമുണ്ട് ഇടതുപക്ഷ സർക്കാർ എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദേശ പഠനത്തിനായി 2016 ഏപ്രിൽ മുതൽ 2024 നവംബർ വരെ സംസ്ഥാന സർക്കാർ നൽകിയത് 165,96,913 രൂപയാണ്. ഇക്കാലയളവിൽ പൈലറ്റുമാരാകാൻ കൊതിച്ച 13 പേർക്ക് 2,54,05,040 രൂപ നൽകിയെന്നുമാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ വ്യക്തമാക്കുന്നത്. ധനസഹായം ലഭിച്ച വിദ്യാർത്ഥികളുടെ വിശദമായ പട്ടികയും ലഭ്യമാക്കിയിട്ടുണ്ട്. 30 ലക്ഷത്തിൽ പരം രൂപ വരെ ധനസഹായമായി ലഭിച്ച വിദ്യാർത്ഥികളും ഇക്കൂട്ടത്തിലുണ്ട്. സാമൂഹ്യ പിന്നാക്കാവസ്ഥ നേരിടുന്നവരെ ചേർത്ത് നിർത്തുകയാണ് LDF സർക്കാരെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല പറഞ്ഞു. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം സർക്കാരിൻ്റെ രണ്ടാം സർക്കാരിൻ്റെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ വിഭാഗത്തിനെ പരിഗണിക്കുകയും അവർക്ക് വേണ്ട ഉന്നത പഠനത്തിനുള്ള തുക ചിലവഴിച്ചേക്കുന്നതും ഈ സർക്കാരാണെന്ന് നമുക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകിയിട്ടുള്ള ഈ വിവരാവകാശ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. LDF സർക്കാർ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കായി കോടികൾ ചെലവഴിച്ചപ്പോൾ 2011 മുതൽ 2016 കാലയളവിലുള്ള UDF സർക്കാരിൻ്റെ കാലത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകിയ ധനസഹായത്തിൻ്റെ കണക്കും പുറത്തു വന്നിട്ടുണ്ട്. 8 വിദ്യാർത്ഥികൾക്ക് ധനസഹായമായി നൽകിയത് 61,94,270 രൂപയാണെന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. പണമില്ലെന്ന കാരണത്താൽ വിദേശ പഠനമെന്ന ആഗ്രഹം മുടങ്ങരുതെന്ന LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഈ കണക്കുകളിൽ പ്രതിഫലിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.